BBC-യോ അതോ മേൽപ്പാടമോ? BBC-യോ അതോ മേൽപ്പാടമോ? പറയുക പ്രയാസമാണ്. ആഘോഷിക്കുന്നുണ്ട് മേൽപ്പാടം, ആഘോഷിക്കുന്നുണ്ട് BBC ആഘോഷിക്കുന്നു, മേൽപ്പാടം ആഘോഷിക്കുന്നു. ഫോട്ടോ ഫിനിഷ് വരണം. അതെ, മേൽപ്പാടമാണോ വിയപുരമാണോ പറയുവാൻ നിർവാഹമില്ല. ജഡ്ജസ് തീരുമാനിക്കട്ടെ. തൊട്ടുപിറകിലായി നീളവും നടുഭാഗവും അങ്ങനെ മേൽപ്പാടവും വിയപുരവും ഇഞ്ചോടിഞ്ച് പോരാട്ടം കെട്ടിവെച്ചുകൊണ്ട് 71ാമത് നെഹ്റു ട്രോഫി മത്സരത്തിൽ നെഹ്റു ട്രോഫി മുത്തമിടുവാൻ മേൽപ്പാടമാണോ വിയപുരമാണോ നീളമാണോ നടുഭാഗമാണോ എന്നറിയുവാൻ അല്പനിമിഷം കാത്തിരിക്കേണ്ടി വരും. ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം കാണികളുടെ നരമ്പുകളിൽ ആവേശത്തിന്റെ തിരമാല ഇളക്കിക്കൊണ്ട് ജനരാജാക്കന്മാരുടെ പെയ്തോട്ടം തേരോട്ടം പുന്നമട കായലിനെ തീപിടിപ്പിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വിയപുരം. വി ഫോർ വിക്ടറി. വിയപുരമാണോ? വി ഫോർ വിയപുരം. കാഴ്ചയിൽ കണ്ണിൽ വിയപുരമാണ്. കാഴ്ചയിൽ അതെ, ഇവിടെ കണ്ടിരുന്നവരും പറയുന്നു അത് വിയപുരമാണ്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരമാണെന്ന് പറഞ്ഞു. ഫോട്ടോ ഫിനിഷിൽ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ രാജാവ് BBC കാറ്റഗറിയുടെ വിയപുരം ചുണ്ടൻ നേടി. കഴിഞ്ഞ തവണത്തെ കണക്ക് തീർത്തു. മില്ലി സെക്കൻഡിൽ, മൈക്രോ സെക്കൻഡിൽ പോയത് നേടിയെടുത്തു. സ്വപ്നം BBC-യുടെ രണ്ടാം ഹാട്രിക് സ്വപ്നം തകർത്തുകൊണ്ടാണ് വിയപുരം വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം പറന്നടിച്ച് പുന്നമട കായലിൽ ഇതിഹാസം രചിച്ച് കടന്നുപോയത്. കാണാം. ഇതാണ് ഇത് അവരുടെ അല്ലല്ല, ഇത് വേറെ ടീം. ഓക്കെ, വിയപുരം ടീം വരും. വിയപുരമാണ് 71ാമത് നെഹ്റു ട്രോഫി ഫൈനലിലെ ജേതാക്കൾ. വിയപുരം ഒന്നാം സ്ഥാനത്ത്. കഴിഞ്ഞ തവണ കുറെ കണ്ണീര് കുടിച്ചവരാണവർ. കണ്ണീരണിഞ്ഞവരാണവർ. എന്തുകൊണ്ടാണ്? മൈക്രോ സെക്കൻഡിലാണ് അവർക്ക് കിരീടം പോയത്. അവരന്ന് ഹൈക്കോടതിയിൽ പോയി. കോടതി നിയമ നടപടി പരമാവധി ശ്രമിച്ചു, എല്ലാം നോക്കി. പക്ഷേ മൈക്രോ സെക്കൻഡിൽ അന്ന് കിരീടം പോയ BBC അതേ ചുണ്ടനിൽ കൊണ്ട് പകരം വീട്ടുന്നു. വിയപുരവും BBC. അതെ, വിയപുരവും അതോടൊപ്പം തന്നെ മേപ്പാടവും ഈ രണ്ട് വള്ളങ്ങൾ ഏതാണ്ട് തുല്യതയാർന്ന രീതിയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജഡ്ജസാണ് ഇനി വിധി നിർദ്ദേശിക്കേണ്ടത്. ആരാണ് 71ാമത് നെഹ്റു ട്രോഫി മുത്തമിടുമെന്ന് ആരാണെന്ന് ജഡ്ജി വിധി എഴുതും. കാരണം ഫോട്ടോ ഫിനിഷിലേക്കാണ് എത്തിയത്. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വന്ന മേപ്പാടവും 4ാം ട്രാക്കിലൂടെ കടന്നു വന്ന വിയപുരവും ഒപ്പത്തിനൊപ്പം തുടയെറിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വിധി നിശ്ചയിക്കേണ്ടത് നമ്മുടെ ജഡ്ജസാണ്. ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലപ്രഖ്യാപനം ഞങ്ങൾക്ക് നടക്കാം. വിഷ്വൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വിധി പ്രഖ്യാപിക്കുവാൻ കഴിയില്ല. അത്യന്തം വാശിയെ തൊട്ട് പിന്നാലെയാണ് മറ്റ് രണ്ട് വള്ളങ്ങളും ഫിനിഷ് ചെയ്തത്. അത്യന്തം ആവേശഭരിതമായിട്ടുള്ള കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന തരത്തിലേക്കാണ് 71ാമത് നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരം. അക്ഷരാർത്ഥത്തിൽ ജലോത്സവ പ്രേമികളുടെ ആവേശത്തിന്റെ കൊടുമുടിയിലാക്കിക്കൊണ്ടാണ് മേപ്പാടവും വിയപുരവും അടക്കം ഏതാണ്ട് തുല്യതയോട് തോന്നിക്കുന്ന തരത്തിലേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ആരാണ് വിജയി എന്ന് പറയുവാൻ ഇപ്പോഴും നിർവാഹമില്ലാത്ത സാഹചര്യമാണ്. ജഡ്ജസാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ 71ാമത് നെഹ്റു ട്രോഫി അന്തരീക്ഷമെല്ലാം മേഘാവൃതമെല്ലാം മാറി സംശുദ്ധമായിട്ടുള്ള ഒരു സായാഹ്നം സമ്മാനിച്ചുകൊണ്ട് ജലരാജാക്കന്മാരുടെ തേരോട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തെ പരിസമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിദേശങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ പങ്കെടുത്ത് കാണികളായി വന്ന ആ ജലോത്സവം ഐക്കുറിയും വളരെ മനോഹരമായിട്ടാണ് പര്യവസാനിച്ചിരിക്കുന്നത്. ആരാണ് ജയിച്ചത്? മേപ്പാടവും വിയപുരവും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അക്ഷരാർത്ഥത്തിൽ പുന്നമട കായലിന് തീപിടിക്കുന്ന തരത്തിൽ, കഠികാരങ്ങൾ നിലയ്ക്കുന്ന തരത്തിൽ കാണികളായ ജലോത്സവ പ്രേമികളുടെ ഞരമ്പുകൾ ആകെ ത്രസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഉജ്ജ്വലമായ പോരാട്ടം തുഴയെറിഞ്ഞ് കടന്നു വന്ന മേപ്പാടവും വിയപുരവും തമ്മിലുള്ള പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് ഫൈനൽ മത്സരം കടന്നുപോയത്.
വിയപുരം വി ഫോർ വിക്ടറി. നമ്മൾ ആദ്യമേ പറഞ്ഞു വി ഫോർ വിക്ടറി. വിജയികൾ അത് വിയപുരമാണ്. വിജയികൾ വില്ലേജ് ബോട്ട് ക്ലബാണ്. കൈനകരിയുടെ മണ്ണിലേക്ക് ആലപ്പുഴയിൽ നിന്ന് കിരീടം വിട്ടു നൽകില്ല എന്ന് പറഞ്ഞവർ അത് യാഥാർത്ഥ്യമാക്കുന്നു. കൈനകരിക്കാരാണ് ഈ ഒട്ടുമിക്ക വള്ളം കളി ടീമുകളിലെയും പ്രധാനപ്പെട്ട തൊഴിലുകാർ അവരാണ്. ആ ആവേശം അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. വിയപുരം ബോട്ട് ക്ലബ്, വിയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് തുടങ്ങിയ വിയപുരം ചുണ്ടൻ അങ്ങനെ കിരീടം നേടുകയാണ്. ജലരാജാവാകുന്നു. ആരാണ് ജലരാജാവ്? ഒരേ ഒരു ചുണ്ടൻ, അത് വിയപുരമാണ്. BBC കൈനകരിയുടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയപുരം ചുണ്ടൻ. വിയപുരത്തിന്റെ ഭരണമാണിനി, വിയപുരത്തിന്റെ കുതിപ്പാണിനി. ഇതാ ചെങ്കോലും കിരീടവും ഒക്കെ അല്പസമയത്തിനകം അവർ ഏറ്റുവാങ്ങും. ഇപ്പോൾ അവർ ആഘോഷിക്കട്ടെ, ആഘോഷം പരമാവധി പോകട്ടെ. ഫോട്ടോ ഫിനിഷിൽ കഴിഞ്ഞ തവണ നഷ്ടമായെങ്കിൽ ഇത്തവണ വീണ്ടും ഒരു ഫോട്ടോ ഫിനിഷ്. ആ ഫോട്ടോ ഫിനിഷിൽ കഴിഞ്ഞ തവണത്തെ മൈക്രോ മില്ലി സെക്കൻഡ് ഒക്കെ എടുത്ത് ദൂരെ എറിയാം. അവരുടെ നിയമ പോരാട്ടവും തുടരട്ടെ. BBC കൈനകരിയുടെ വിയപുരം ചുണ്ടൻ അങ്ങനെ ഇത്തവണ കിരീടം നേടുകയാണ്. നെഹ്റു ട്രോഫി കിരീടം. അത് മറ്റാർക്കുമല്ല, വലിയ പോരാട്ടമായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവർ അത്യധ്വാനം നടത്തി. കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിന് അതിൽ പകരം വീട്ടാൻ, കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിൽ അവർ നേരിട്ട ദൗർഭാഗ്യത്തെ മറികടക്കാൻ. പക്ഷേ ഇക്കുറി അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇക്കുറി ഇതാ ഫോട്ടോ ഫിനിഷൊക്കെ മറികടന്ന് അവരുടെ അതിസുന്ദരൻ ജയം. ഒറ്റ കൈയായി, ഒറ്റ തുഴയായി, ഒറ്റ ശരീരമായി, ഒരു മെയ്യായി അവർ തുടങ്ങി. അവിടെ അടിപതറിയത് ഡബിൾ ഹാട്രിക് നേടിയ പള്ളാത്തുരുത്തിക്കാണ്. ആ ടീമിനെ മറികടന്ന് ഇത്തവണ കിരീടം നേടിയിരിക്കുന്നു വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി. BBC കൈനകരിയിലേക്ക് പോകുന്നു കിരീടം. UBC കൈനകരിക്ക ഫൈനലിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൈനകരിക്കൽ കപ്പ്, കൈനകരിക്കൽ ട്രോഫി അത് ഉറപ്പിക്കണമായിരുന്നു BBC-ക്ക്. കരകൾക്കപ്പുറവും ഇപ്പുറമുള്ള വൈരമൊന്നുമല്ല, ഇത് ജലോത്സവമാണ്. ആവേശത്തിന്റെ പെരുമ്പറ കൊട്ടുന്ന മേളമാണ്. ആ മേളത്തിൽ ഇതാ BBC കിരീടം നേടിയിരിക്കുന്നു. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഒരേ ഒരു രാജാവ് കാത്തിരുന്നതാണ്. മാസങ്ങൾ നീണ്ട പ്രയത്നമാണ്, മാസങ്ങൾ നീണ്ട അത്യധ്വാനമാണ്. അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നു. BBC കൈനകരിയുടെ ചുണക്കുട്ടികൾ, BBC എന്ന പുത്തൻ രാജാവ് എഴുന്നള്ളുകയാണ് ആ നെഹ്റു പവലിയന് മുന്നിലേക്ക്. BBCയുടെ പങ്കായവുമായി അവർ എത്തുന്നത് കണ്ടോ? എന്തൊരു ഭംഗി, എന്തൊരു സന്തോഷം, എന്തൊരാവേശം. BBCയുടെ ചുണക്കുട്ടികൾ. രാജാവ് എഴുന്നള്ളട്ടെ രാജാവ്. വിയപുരമാണ് പുതിയ രാജാവ്, വിയപുരമാണ് പുതിയ അവകാശികൾ, വിയപുരമാണ് ഈ കായിക മാമാങ്കത്തിലെ ഒരേ ഒരു രാജ. ബിഗ് സല്യൂട്ട് BBC ചുണ്ടന, BBC ക്ലബിന, വിയപുരം ചുണ്ടന. വീണ്ടും നല്ല ആവേശകരമായ നമസ്കാരം. BBC ചുണ്ടൻ കലക്കി തിമിർത്തു പൊളിച്ചു. BBC ചുണ്ടൻ ഇതാ നെഹ്റുവിന്റെ പ്രതിമയുടെ മുന്നിലേക്ക് അവർ എത്തുകയാണ്. സന്തോഷം പങ്കുവെക്കാൻ, ആവേശം പങ്കുവെക്കാൻ. BBC-യുടെ പ്രേമികൾക്ക്, BBC-യുടെ ആരാധകർക്ക് കണ്ണീരടക്കാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ തവണ അവർ എത്ര കരഞ്ഞതാണ്, എത്ര കണ്ണീർ വാർത്തതാണ്. ആ കണ്ണീർ വാർത്തതിനൊക്കെ ഇപ്പോൾ ഇതാ ഫലം വന്നിരിക്കുന്നു. അവർ ഇതാ കിരീടം നേടി രാജാവായിരിക്കുന്നു. ശരണ്യ, BBC വിയപുരം വി ഫോർ വിക്ടറി. എൽദോ, അത് തീർച്ചയായും കഴിഞ്ഞ തവണ കണ്ണീരോടെ മടങ്ങിയവർ ഇത്തവണ പകരം വീട്ടി പോകുന്നു എന്നുള്ളത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. BBC-ക്ക് വേണ്ടി ഇവിടെ ആർത്തിരമ്പിയപ്പോഴും കഴിഞ്ഞ തവണ കണ്ണീരോടെ പുന്നമടക്കായലിൽ വിയപുരത്തിന്റെ കണ്ണീരുപ്പ് കലർന്നതാണ്. ആ കണ്ണീരുപ്പിലുള്ള പകയാണ് അവർ വീട്ടി പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ മികച്ച ഫൈനൽ എന്ന് പറയാം. തീ പാർന്നു എന്ന് പറയുന്ന വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള പൂരമായിരുന്നു ഇവിടെ നടന്നതെന്നാണ് പറയാൻ കഴിഞ്ഞത്. ആ ജലപൂരത്തിൽ ഏറ്റവും മനോഹരമായ ഈ കാതങ്ങൾ താണ്ടി എത്തിയ ആളുകൾക്ക് കാഴ്ചാ വിസ്മയം തന്നെ നൽകിക്കൊണ്ട് പുന്നമടക്കായലിലെ ഓളങ്ങൾക്ക് തീ പിടിപ്പിച്ച മത്സരമായിരുന്നു നടന്നത്. എന്തായാലും ഇത് അർഹതപ്പെട്ട വിജയമാണ്. കഴിഞ്ഞ തവണ വിയപുരം ജയിച്ചുവെന്ന് എല്ലാവരും കരുതി, അവരും കരുതി. പക്ഷേ ഒരു മൈക്രോ സെക്കൻഡിന് തോറ്റുപോയെന്ന് ഇപ്പോൾ ഒരിക്കൽ പോലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ആ ഒരു അർഹിച്ച വിജയം അവർ കൈവരിച്ചിരിക്കുന്നത്. നെഹ്റുവിന്റെ 71ാമത് വെള്ളിക്കപ്പ്, നെഹ്റുവിന്റെ പേരിലുള്ള വെള്ളിക്കപ്പ്, 71ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ഈ നെഹ്റു പവലിയനിൽ വിയപുരം ചുണ്ടൻ ഉയർത്തുമ്പോൾ, BBC ഉയർത്തുമ്പോൾ അത് ഏറ്റവും അർഹതപ്പെട്ട വിജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
അത്രമേൽ അവർ കണ്ണീർ വാർത്തവരാണ്. കഴിഞ്ഞ തവണ കണ്ണീരോടെ ആ കര ഒന്നടങ്കം കരഞ്ഞതാണ്. ആ കരയ്ക്ക്, ആ കണ്ണീരിന് അവർ പകരം വീട്ടിയിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ മത്സരം അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ മത്സരം, അതാണ് പുന്നമടയുടെ പ്രത്യേകത. ഏറ്റവും മികച്ച ടൈമിംഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നടുഭാഗം 4 മിനിറ്റ് 20 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ഏറ്റവും മികച്ച ടൈമിംഗ്, ആ ഫൈനലിലെ ഏറ്റവും മികച്ച ടൈമിംഗ് ഉള്ള വള്ളമായി ഹീറ്റ്സിൽ കടന്നു വന്നത് നടുഭാഗമാണ്. പക്ഷേ നടുഭാഗം പിന്നിലേക്ക് പോയി പള്ളാത്തുരുത്തിയും വിയപുരവും കുതിച്ചു കയറി എന്നുള്ളതാണ്. അതാണ് പുന്നമട ഒരുക്കുന്ന അത്ഭുതമെന്ന് തന്നെ നമുക്ക് പറയാം. വിയപുരം ഫൈനലിലെ ട്രാക്കിൽ നമ്മൾ ആ ഒരു സമയം പരിഗണിച്ചിരുന്നെങ്കിൽ ഏറ്റവും 4ാമത്തെ സമയത്തിലേക്ക് എത്തിയ ആള് എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയുന്നു. 4ാമത്തെ ട്രാക്കിലേക്ക് വിയപുരം എത്തുമ്പോൾ 4.4 മിനിറ്റ് 21 സെക്കൻഡ് ആയിരുന്നു അവരുടെ ടൈമിംഗ് എന്നുള്ളതാണ്. എന്നാൽ പള്ളാത്തുരുത്തി 4 മിനിറ്റ് 22 സെക്കൻഡ് ആയിരുന്നു അവരുടെ ഫൈനൽ. അതായത് ഏറ്റവും ഈ ഉണ്ടായിരുന്ന ഫൈനലിൽ 4ാം സ്ഥാനത്തെത്തിയവരാണ്. പക്ഷേ അവസാന കുതിപ്പിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും തുഴഞ്ഞു കയറും. ആ ഒരു നെട്ടായത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ ചിറയൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഉയരുന്ന തുഴകൾക്ക് ആ ഓളപ്പറപ്പിനെ കുത്തിക്കീറി മുന്നോട്ട് കുതിക്കുന്ന ചുണ്ടന്മാർക്ക് അവർക്കൊരു പ്രത്യേക ഊർജമാണ്. ആ ഊർജം കണ്ടു നിൽക്കുന്ന ഓരോ കാണികളുടെയും സിരകളിലേക്ക് പടർന്നിറങ്ങും എന്നുള്ളതാണ്. ആ പടർന്നിറങ്ങലിനൊടുവിൽ അതിമനോഹരമായ ദൃശ്യവിസ്മയം, അങ്ങേയറ്റം ത്രില്ലിംഗ് ആയ ഒരു ഫൈനലാണ് പുന്നമട ഇത്തവണ നമുക്ക് സമ്മാനിച്ചത്. ഓളപ്പരപ്പിലെ ചുണ്ടന്മാർക്ക്, ജലരാജാക്കന്മാർക്ക്, ഇവിടെ എത്തിയ കാണികൾ എന്നും തന്നെ ആ ഒരു ത്രസിപ്പിക്കുന്ന, ഒരു നിമിഷം പോലും ശ്വാസം വിടാൻ കഴിയാത്ത രീതിയിൽ ശ്വാസം അടക്കി പിടിച്ചുള്ള ഒരു മത്സരമായിരുന്നു, ഒരു കാഴ്ചയായിരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ്